സംസ്ഥാനത്ത് പനി ബാധിച്ച് ചികിത്സ തേടുന്നവരുടെ എണ്ണം കുതിച്ചുയരുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 11,050 പേരാണ് പനി ബാധിച്ച് ആശുപത്രിയിൽ ചികിത്സയ്ക്കായി എത്തിയത്. 3 പേർ മരിക്കുകയും ചെയ്തു. 11,000-ലധികം രോഗികളെത്തിയതിൽ 159 പേർക്ക് ഡെങ്കിപ്പനിയും 42 പേർക്ക് H1N1 സ്ഥിരീകരിച്ചു. ആരോഗ്യവകുപ്പിന്റെ ഔദ്യോഗിക കണക്കനുസരിച്ച് കഴിഞ്ഞ 5 ദിവസത്തിനിടയിൽ 1,00,000-ലേറെ പേർക്ക് പനി ബാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വരെ 55,830 പേർക്കാണ് പനി സ്ഥിരീകരിച്ചത്. ഇതിൽ 493 പേർക്ക് ഡെങ്കിപ്പനിയും 69 പേർക്ക് എലിപ്പനിയും സ്ഥിരീകരിച്ചു. 158 പേർക്ക് H1N1 സ്ഥിരീകരിച്ചു. എലിപ്പനി ബാധിച്ച് 3 പേരും H1N1 ബാധിച്ച് 3 പേരും കഴിഞ്ഞ 5 ദിവസത്തിനിടയിൽ മരിച്ചു. ജൂൺ 30-നായിരുന്നു ആരോഗ്യവകുപ്പ് അവസാനമായി രോഗവിവര കണക്കുകൾ പ്രസിദ്ധീകരിച്ചിരുന്നത്. പനി ബാധിതരുടെ എണ്ണം ഗണ്യമായി ഉയരുന്നുവെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 5 ദിവസത്തിനിടെ 55,830 പേർക്ക് പനി ബാധിച്ചു. ഒറ്റ ദിവസം 25 പേർക്ക് എലിപ്പനി സ്ഥിരീകരിച്ചു. ഒരു മരണവും സംഭവിച്ചു. 5 ദിവസത്തിനിടെ 493 പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു. 1,693 പേർ ഡെങ്കിപ്പനി ലക്ഷണങ്ങളോടെ ചികിത്സയിലുണ്ട്. 69 പേർക്ക് എലിപ്പനി സ്ഥിരീകരിച്ചു. 39 പേർ രോഗലക്ഷണങ്ങളോടെ ചികിത്സയിലുണ്ട്. 5 ദിവസത്തിനിടെ 64 പേർക്കാണ് മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചത്. 486 പേർ ചികിത്സയിലുണ്ട്. 158 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതായും ആരോഗ്യവകുപ്പിന്റെ കണക്കുകളിലുണ്ട്. പനി ബാധിതരുടെ എണ്ണം ഉയരുന്നതോടെ അതീവ ജാഗ്രത പാലിക്കണമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം. ഇതിനിടെ കോഴിക്കോട്ട് ഒരാൾക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം കഴിഞ്ഞ ദിവസം സ്ഥിരീകരിച്ചിരുന്നു. തിക്കോടി സ്വദേശിയായ 14-കാരനാണ് രോഗം സ്ഥിരീകരിച്ചത്. രോഗലക്ഷണങ്ങൾ കണ്ട് 24 മണിക്കൂറിനുള്ളിൽ കുട്ടി ചികിത്സ തേടിയിരുന്നു. കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ഡോക്ടർമാർ അറിയിച്ചു. കേരളത്തിൽ 2 മാസത്തിനിടെ 3 കുട്ടികൾക്കാണ് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ജീവൻ നഷ്ടമായത്. ഫറോക്ക് സ്വദേശിയായ 13-കാരൻ മൃദുൽ കഴിഞ്ഞ ദിവസമാണ് മരണത്തിന് കീഴടങ്ങിയത്. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവെയായിരുന്നു മരണം. വീടിനടുത്തുള്ള കുളത്തിൽ കുളിച്ചതോടെയാണ് രോഗബാധയുണ്ടായത്. ജൂൺ അവസാനമാണ് കണ്ണൂർ സ്വദേശിയായ 13-കാരി ദക്ഷിണ രോഗം ബാധിച്ച് മരിച്ചത്. കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു മരണം. തലവേദനയും ഛർദിയും ബാധിച്ചാണ് ദക്ഷിണയെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. സ്കൂളിൽ നിന്ന് മൂന്നാറിലേക്ക് പഠനയാത്ര പോയ സമയത്ത് കുട്ടി കുളത്തിൽ കുളിച്ചിരുന്നു. രോഗം ബാധിച്ച് മലപ്പുറം മുന്നിയൂർ സ്വദേശിയായ 5 വയസ്സുകാരി മെയ് മാസത്തിൽ മരിച്ചിരുന്നു. കടലുണ്ടി പുഴയിൽ കുളിച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചതായി വീട്ടുകാർ പറഞ്ഞു. 5 ദിവസത്തിനിടയിൽ 1,00,000-ലേറെ പേരാണ് പനി ബാധിച്ച് ചികിത്സ തേടിയത്. കൂടുതൽ രോഗികൾ മലപ്പുറത്താണ്. പനി ബാധിച്ചവരുടെ എണ്ണം സംബന്ധിച്ച കണക്കുകൾ സർക്കാർ പുറത്തുവിടുന്നില്ലെന്ന് പ്രതിപക്ഷം ആക്ഷേപം ഉന്നയിച്ചതിന് പിന്നാലെയാണ് ആരോഗ്യവകുപ്പ് കണക്കുകൾ പ്രസിദ്ധീകരിച്ചത്. ശമ്പളം കിട്ടാത്ത NHM ജീവനക്കാർ നിസ്സഹകരണം പ്രഖ്യാപിച്ചതോടെയാണ് ഏകീകൃത കണക്ക് പ്രസിദ്ധീകരിക്കുന്നത് നിർത്തിവെച്ചത്. ഇന്നലെ NHM ജീവനക്കാർക്കായി 45 കോടി രൂപ ധനവകുപ്പ് അനുവദിച്ചതിന് പിന്നാലെയാണ് വെബ്സൈറ്റിൽ കണക്ക് വന്നത്.